ഹലോ, വെൽക്കം ടു ഫിനി ചാൻസ് വേൾഡ്. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചോക്ലേറ്റ് കുക്കിയുടെ വീഡിയോ ആണ്. അതെങ്ങനെയാണോ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഇന്ന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇതുണ്ടാക്കുന്നത് ഞാനല്ല, ഇതുണ്ടാക്കുന്നത് എൻ്റെ സിസ്റ്ററാണ് ഫിബി. ഇന്നവിടെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പം ഹാപ്പി ബർത്ത്ഡേ ഫി കുഞ്ഞേ. അപ്പം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് വിഷ് ചെയ്തേക്കണേ. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ പഴയ ഫോട്ടോസും ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസും ഒക്കെ ഇതിനകത്തുണ്ട്. ഇത് ഞാനും എൻ്റെ 2 പെങ്ങന്മാരും നിൽക്കുന്ന ഫോട്ടോയാണ്. ഇത് ഞങ്ങൾ പണ്ട് ലുലുവിൽ പോയപ്പോഴൊരു ഫോട്ടോയാണ്. ഇത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റ് ഡേയിൽ എടുത്തൊരു ഫോട്ടോയാണ്. ഇത് കുറേ പഴയ ഫോട്ടോയാണ്. അങ്ങനെ കുറേ ഫോട്ടോസ് എല്ലാം ഉണ്ട്. ഇത് ഞങ്ങൾ ഫാമിലി മൊത്തം ഉള്ളൊരു ഫോട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കിനി കുക്കീസ് ഉണ്ടാക്കുന്നത് കാണാം. കുക്കിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 eggs, 2 കപ്പ് മൈദാപ്പൊടി, 1/2 കപ്പ് ഓയില്, 1/2 കപ്പ് കൊക്കോ പൗഡർ, 1 കപ്പ് ബ്രൗൺ ഷുഗർ, 1 ടീസ്പൂൺ ഓഫ് വെനില എസൻസ് ആൻഡ് 1 ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് പൗഡർ. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാമേ. 2 egg ഇടാം, പിന്നെ 1/2 കപ്പ് ഓയിൽ ഇടാം, പിന്നെ 1 കപ്പ് ഓഫ് ബ്രൗൺ ഷുഗർ. എന്നിട്ട് ഇത്രയും നമുക്കൊന്ന് ആദ്യം ബീറ്റ് ചെയ്തെടുക്കാം. സോ ഇതെല്ലാം ചേർത്ത് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇതൊന്ന് വൺസ് ബീറ്റ് ആയതിനു ശേഷം നമുക്ക് ഈ കൊക്കോ പൗഡറും വെനില എസൻസും ബേക്കിംഗ് പൗഡറും മൈദയൊക്കെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി കൊക്കോ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുവാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ബീറ്റ് ചെയ്യാം. ഇതിന് ഒപ്പം മൈദാപ്പൊടിയും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്യാൻ പോവാം. നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത സാധനമാണ്. ആ ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലാവും. ഇനി നമുക്കൊരു ബേക്കിംഗ് ട്രേ എടുക്കുക. അതിനകത്തോട്ടൊരു ബേക്കിംഗ് ഷീറ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ അവൻ പ്രീ ഹീറ്റ് ചെയ്യണം 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ, ഇനി അല്ലെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു 12 to 15 മിനിറ്റ്സ് ആയി കുക്കിക്ക് വേണ്ടുന്നത്. ഇനി നമുക്ക് ഇനി ഒരു ചെറിയ ചെറിയ ബോളാക്കാം. ബോളാക്കിയതിന് ശേഷം ഈ ട്രേയിലേക്ക് വെക്കുക. കണ്ടോ, ഇങ്ങനെ ബോളാക്കി ഞാൻ വെച്ചു. ഇച്ചിരി സ്ഥലം വിട്ട് ചെയ്യണേ, കാരണം ഇതിങ്ങനെ പരത്താനുള്ള സ്ഥലവും വേണം. എന്നിട്ടൊരു ഫോർക്ക് എടുക്കുക. ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. കണ്ടോ, ഷേപ്പ് കണ്ടോ? അങ്ങനെ ഓരോന്നിനും ചെയ്യുക. എന്നിട്ടില്ല അവനിൽ ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ്സ് തന്നെ വെക്കുക. ആ 15 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് ഞാൻ വെക്കുവാണ്. 15 മിനിറ്റ്സാണ് വെക്കുന്നത്. എനിക്ക് 1 മോർ ഷീറ്റ് ഉണ്ട്, സോ അതുകൂടെ ഞാൻ വെക്കുക. ഇനി ആയി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഓക്കെ, ചോക്ലേറ്റ് കുക്കി റെഡി ആയിട്ടുണ്ട്. ഞാൻ 15 മിനിറ്റ്സ് എടുത്തുള്ളൂ 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ. പിന്നെ നമ്മൾ കുക്കി കഴിക്കുമ്പോൾ ഒരു 15 മിനിറ്റ് ശേഷം ഒന്ന് തണുത്തതിന് ശേഷമേ ഇത് കഴിക്കാവൂ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വെരി സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കുക്കി ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളെപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.